ഹായ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ മെഷർമെൻറ്റ് ഓഫ് ഇലാസ്റ്റിസിറ്റി പെർസെൻറ്റേജ് മെത്തേഡ് ടു മെഷർ ഇലാസ്റ്റിസിറ്റി പഠിച്ചായിരുന്നല്ലേ. അപ്പോൾ ഇതിലെ ഡെഫിനിഷൻ വന്നത് നമുക്ക് ഓർമ്മയുണ്ട്. ഇ പി ഈസ് ഈക്വൽ ടു ഡെൽറ്റ ക്യൂ ഡിവൈഡഡ് ബൈ ഡെൽറ്റ പി ഇൻറ്റു പി ബൈ ക്യൂ എന്നാണ് പഠിച്ചല്ലേ. അപ്പോൾ നമ്മൾ ഇതിങ്ങനെ കാൽക്കുലേറ്റ് ചെയ്തെടുത്തു കഴിഞ്ഞാൽ നമുക്ക് സാധാരണയായിട്ട് 5 ആൻസറുകളാണ്, 5 ടൈപ്പ് ഓഫ് ആൻസേഴ്സാണ് കിട്ടുക. ഒന്നുകിൽ ഇ പി ഈസ് ഈക്വൽ ടു 1 ആവാം, അല്ലെങ്കിൽ ഇ പി ഈസ് ഈക്വൽ ടു ഗ്രേറ്റർ ദാൻ 1 ആവാം, അതല്ലെങ്കിൽ ഓറാണേ ഞാൻ എഴുതുന്നത്, അതല്ലെങ്കിൽ ലെസ് ദാൻ 1 ആവാം, അതല്ലെങ്കിൽ 0 ആവാം, അതുമല്ലെങ്കിൽ ഇൻഫിനിറ്റി ആവാം. ഇങ്ങനെ 5 കേസുകളായിട്ടാണ് നമുക്ക് ഈ ഫോർമുല വർക്കൗട്ട് ചെയ്യുമ്പോൾ ഇലാസ്റ്റിസിറ്റിയുടെ മെഷർമെൻ്റ് ആയിട്ട് കിട്ടുന്നത്. അപ്പോൾ ഈ 5 മെഷർമെൻ്റ് അനുസരിച്ച് പ്രൈസ് ഇലാസ്റ്റിസിറ്റിയെ 5 ടൈപ്പുകളായിട്ട് തിരിച്ചിട്ടുണ്ട്. ഇതിനെ വിളിക്കുന്ന പേരാണ് ഡിഗ്രീസ് ഓഫ് പ്രൈസ് ഇലാസ്റ്റിസിറ്റി. അപ്പോൾ നമുക്ക് ഡിഗ്രീസ് ഓഫ് പ്രൈസ് ഇലാസ്റ്റിസിറ്റിയാണ് ഇനി കാണുന്നത്. ഡിഗ്രീസ് ഓഫ് പ്രൈസ് ഇലാസ്റ്റിസിറ്റി. ഡിഗ്രീസ് ഓഫ് പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഈസ് ഓഫ് 5 ടൈപ്സ്. 1 ആണെങ്കിൽ അതിനെ നമ്മൾ യൂണിറ്ററി ഇലാസ്റ്റിക് ഡിമാൻഡ് എന്ന് വിളിക്കും. ഇ പി ഗ്രേറ്റർ ദാൻ 1 ആണെങ്കിൽ നമ്മളതിനെ മോർ ഇലാസ്റ്റിക് ഡിമാൻഡ് എന്നാണ് വിളിക്കുക. ഇ പി ലെസ് ദാൻ 1 ആണെങ്കിൽ അതിനെ ലെസ് ഇലാസ്റ്റിക് അഥവാ ഇൻഇലാസ്റ്റിക് ഡിമാൻഡ് എന്ന് വിളിക്കും. ഇനി ഇ പി ഈസ് ഈക്വൽ ടു 0 ആണെങ്കിൽ പെർഫെക്റ്റ്ലി ഇൻഇലാസ്റ്റിക് ഡിമാൻഡ് എന്നാണ് വിളിക്കുക. ഇ പി ഈസ് ഈക്വൽ ടു ഇൻഫിനിറ്റി ആണെങ്കിൽ അതിനെ നമ്മൾ പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് ഡിമാൻഡ് എന്ന് വിളിക്കും. അപ്പോൾ നമുക്ക് 5 ടൈപ്പ് ഓഫ് ഇലാസ്റ്റിസിറ്റി ഏതൊക്കെയാണെന്ന് കാണാം, ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. ഒന്നാമത്തേതിന് നമുക്ക് കുറച്ചുകൂടെ എളുപ്പമുള്ള രീതിയിലേക്ക് ആക്കി പറയാം. ഫസ്റ്റ് വൺ പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക്. സെക്കൻഡ് വൺ പെർഫെക്റ്റ്ലി ഇൻഇലാസ്റ്റിക്. പെർഫെക്റ്റ്ലി ഇൻഇലാസ്റ്റിക് 0 വരുന്ന കേസാണ് പെർഫെക്റ്റ്ലി ഇൻഇലാസ്റ്റിക്. ഇനി മൂന്നാമത്തേത് യൂണിറ്ററി ഇലാസ്റ്റിക് എന്ന് വിളിക്കാം. മൂന്നാമത്തേതിനെ യൂണിറ്ററി ഇലാസ്റ്റിക് എന്നാണ് വിളിക്കാം. യൂണിറ്ററി ഇലാസ്റ്റിക്. നാലാമത്തേത് മോർ ഇലാസ്റ്റിക്. അഞ്ചാമത്തേത് ഇൻഇലാസ്റ്റിക് അഥവാ ലെസ് ഇലാസ്റ്റിക്. ഇൻഇലാസ്റ്റിക് അഥവാ ലെസ് ഇലാസ്റ്റിക്. മോർ ഇലാസ്റ്റിക്കിനെ നമുക്ക് ഇലാസ്റ്റിക് ഡിമാൻഡ് എന്നും വിളിക്കാം കേട്ടോ. അപ്പോൾ ദർ ആർ 5 ഡിഗ്രീസ് ഓഫ് ഇലാസ്റ്റിസിറ്റി. പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക്, പെർഫെക്റ്റ്ലി ഇൻഇലാസ്റ്റിക്, മോർ യൂണിറ്ററി ഇലാസ്റ്റിക്, മോർ ഇലാസ്റ്റിക് ആൻഡ് ഇൻഇലാസ്റ്റിക് ഓർ ലെസ് ഇലാസ്റ്റിക്. അപ്പോൾ പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് ഡിമാൻഡ് എന്ന് പറയുന്നത് ഇ പി ഈസ് ഈക്വൽ ടു ഇൻഫിനിറ്റി വരുമ്പോഴാണ്. ഇനി എപ്പോഴാണ് ഇ പി ഇൻഫിനിറ്റി ആവുന്നത് എന്നുള്ളതാണ് നമ്മൾ പറയാൻ പോകുന്നത്. When a small change in price lead to an infinite change in quantity demanded, it is called perfectly elastic demand. വിലയിലുണ്ടാവുന്ന ചെറിയൊരു മാറ്റം ചോദനത്തിൽ അനന്തമായ മാറ്റമുണ്ടാക്കുന്ന അവസ്ഥയെയാണ് പൂർണ്ണ ഇലാസ്തിക ചോദനം എന്ന് നമ്മൾ വിളിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഡയഗ്രാം എങ്ങനെയാണെന്ന് പറയാം. പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് ഡിമാൻഡിൽ നമ്മൾ വരയ്ക്കുവാണ്. വൈ ആക്സിസ് വരച്ചു, എക്സ് ആക്സിസ് വരച്ചു.
ഇനി പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് ഡിമാൻഡ് ആണെങ്കിൽ ഡിമാൻഡ് കർവ് വിൽ ബി പാരലൽ ടു OX ആക്സിസ്. അതായത് ഇവിടെ നമ്മൾ ക്വാണ്ടിറ്റി ഡിമാൻഡഡ് ആണ്, ഇവിടെ പ്രൈസുമാണ് മെഷർ ചെയ്യുക. അപ്പോൾ ക്വാണ്ടിറ്റി ഡിമാൻഡഡ് വരുന്ന ആക്സിസിന് നേരെ ഡിമാൻഡ് കർവ് പാരലലായി വരുന്നു. അതായത് നമുക്കിതിൽ പ്രൈസിൽ ചെറിയൊരു മാറ്റം ഉണ്ടായാൽ പോലും നമുക്ക് ഡിമാൻഡ് എത്രയാണെന്ന് മെഷർ ചെയ്തെടുക്കാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ ഡിസ്കൗണ്ട് സെയിലൊക്കെ ഇടും, ചിലപ്പോൾ ചില ഷോപ്പുകളിൽ ആളേ ഉണ്ടാവില്ല, സാധനമൊന്നും വാങ്ങാനൊന്നും ആൾക്കാർ പോകുന്നുണ്ടാവില്ല. പക്ഷേ എന്താണ്, ഒരു ഡിസ്കൗണ്ട് റേറ്റ് അല്ലെങ്കിൽ എന്തെങ്കിലും മേളകളൊക്കെ, ഡിസ്കൗണ്ട് മേളകൾ അങ്ങനെയൊക്കെയുള്ള വിൽപ്പന മേളകളൊക്കെ വെക്കും അല്ലേ. അപ്പോൾ അത് വെക്കുമ്പോഴത്തേനും ഷോപ്പിൽ അങ്ങ് നിറച്ചു ആളാവും. അപ്പോൾ എന്താണ്, അന്ന് രാത്രി കട അടക്കാൻ പോലും പറ്റാത്ത അത്രയും തിരക്കായിരിക്കും. എന്ന് വെച്ചാൽ എന്താണ്, പ്രൈസ് ചെറുതായൊന്ന് മാറ്റുമ്പോഴേക്കും തന്നെ ഡിമാൻഡിൽ അനന്തമായ മാറ്റം ഉണ്ടാവുന്നു. അതായത് ഡിമാൻഡ് കർവ് വിൽ ബി എ പാരലൽ ലൈൻ ടു ദ OX ആക്സിസ്. അങ്ങനെയുള്ള കേസുകൾ. ദെൻ EP പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഈസ് ഇൻഫിനിറ്റി. പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് വിൽ ബി ഇൻഫിനിറ്റി. ഇതിനെയാണ് പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് ഡിമാൻഡ് എന്ന് വിളിക്കുന്നത്. ഇനി നമ്മൾ രണ്ടാമത്തേത് പെർഫെക്റ്റ്ലി ഇൻഇലാസ്റ്റിക് ഡിമാൻഡ് കർവ് എങ്ങനെയാണ് വരയ്ക്കുന്നതെന്നാണ് നോക്കാൻ പോകുന്നത്. പെർഫെക്റ്റ്ലി ഇൻഇലാസ്റ്റിക് ഡിമാൻഡ് കർവിൽ അതായത് ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് കേസാണ് പെർഫെക്റ്റ്ലി ഇൻഇലാസ്റ്റിക്. പെർഫെക്റ്റ്ലി ഇൻഇലാസ്റ്റിക് എന്താണ് ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് കേസ് എന്ന് പറയുന്നത്? യെസ്, വിലയിൽ എത്രമാത്രം മാറ്റം ഉണ്ടായാലും ഡിമാൻഡിൽ മാറ്റമുണ്ടാകാത്ത അവസ്ഥയെയാണ് പെർഫെക്റ്റ്ലി ഇൻഇലാസ്റ്റിക് ഡിമാൻഡ് എന്ന് വിളിക്കുന്നത്. അപ്പം വിലയിൽ എത്ര മാറ്റം വന്നാലും ഡിമാൻഡ് മാറാത്ത അവസ്ഥ. നമ്മൾ Y ആക്സിസ് വരച്ചു, X ആക്സിസ് വരച്ചു. അപ്പോൾ എങ്ങനെയാണ് ഡിമാൻഡിൽ മാറ്റമില്ലാത്ത? Y ആക്സിസിൽ പ്രൈസാണ് എടുക്കുന്നത് അല്ലേ. പ്രൈസ് ഇവിടെ എക്സിൽ ക്വാണ്ടിറ്റിയും എടുക്കും. അപ്പോൾ എന്താണ്, വില എത്ര മാറിയാലും ഡിമാൻഡിൽ മാറ്റം വരുന്നില്ല. അപ്പോൾ നോക്കാം നമുക്ക് എങ്ങനെയാണ് വരുന്നതെന്ന്. In this case, the demand curve will be parallel to OY axis. നേരത്തെ നമ്മൾ വെർട്ടിക്കൽ പാരലൽ ലൈനാണ് അല്ലേ. അപ്പോൾ നേരത്തെ നമ്മൾ OX ആക്സിസിന് പാരലലായിട്ടായിരുന്നു ഡിമാൻഡ് ലൈൻ കണ്ടത്. അപ്പോൾ നോക്കിയേ, ഇവിടെ P ആയപ്പോഴും OQ ക്വാണ്ടിറ്റിയാണ് ഡിമാൻഡ് ചെയ്തത്. P1 ആയ പ്രൈസ് കൂടിയപ്പോഴും OQ ക്വാണ്ടിറ്റിയാണ്. P2 ആവുമ്പോഴും എന്താണ് വരുന്നത്? സെയിം ക്വാണ്ടിറ്റി തന്നെയാണ്. വാട്ട് എവർ ബി ദ പ്രൈസ് ഓഫ് ദ കമോഡിറ്റി, ഡിമാൻഡ് റിമെയിൻ അൺചേഞ്ച്ഡ്. വില എന്തൊക്കെയായാലും ചോദനത്തിൽ യാതൊരു മാറ്റവുമില്ലാത്ത അവസ്ഥയാണ് പെർഫെക്റ്റ്ലി ഇൻഇലാസ്റ്റിക് ഡിമാൻഡ് എന്ന് വിളിക്കുന്നത്. ഇൻ ദിസ് കേസ് EP ഈസ് ഈക്വൽ ടു 0. EP 0 ആയിരിക്കും. അപ്പോൾ രണ്ടെണ്ണം ക്ലിയർ ആയി കാണുമെന്ന് വിചാരിക്കുന്നു. ഇനി നമ്മൾ പഠിക്കുന്നത് യൂണിറ്ററി ഇലാസ്റ്റിക് ഡിമാൻഡാണ്. യൂണിറ്ററി ഇലാസ്റ്റിക് ഡിമാൻഡ് എന്ന് പറയുന്നത് എന്താണ്? യൂണിറ്ററി ഏകാത്മക ഇലാസ്തിക ചോദനം എന്ന് പറയും. യൂണിറ്ററി ഇലാസ്റ്റിക് ഡിമാൻഡ് അതായത് പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ പ്രൈസ് ലീഡ് ടു സെയിം percentage change in quantity demanded of a commodity. It is called unitary elastic demand. വിലയിലുണ്ടാവുന്ന മാറ്റം അതേ ആനുപാതിക മാറ്റം തന്നെ ചോദനത്തിലും ഉണ്ടാക്കുന്നതിനെയാണ് യൂണിറ്ററി ഇലാസ്റ്റിക് ഡിമാൻഡ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ വില 10 യൂണിറ്റ് കൂടിയാൽ ഡിമാൻഡ് 10 യൂണിറ്റ് കുറയും. വില 8 യൂണിറ്റ് കുറഞ്ഞാൽ ഡിമാൻഡ് 8 യൂണിറ്റ് കൂടും. അതായത് എന്താണോ വിലയിലുണ്ടാവുന്ന മാറ്റം ആ സെയിം ചേഞ്ചാണ് ഡിമാൻഡിലുണ്ടാവുന്നത്. അങ്ങനെയെങ്കിലാണ് യൂണിറ്ററി ഇലാസ്റ്റിക് ഡിമാൻഡ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കിതിൻ്റെയും ഡയഗ്രാം വരയ്ക്കാം. യൂണിറ്ററി ഇലാസ്റ്റിക് ഡിമാൻഡ് X ആക്സിസും Y ആക്സിസും നമ്മൾ വരയ്ക്കുവാണ്. അപ്പോൾ വിലയിലുണ്ടാവുന്ന മാറ്റവും
ഡിമാൻഡിലുണ്ടാവുന്ന മാറ്റവും ഒരുപോലെ കിട്ടാൻ വേണ്ടി നമുക്കൊരു സൂത്രപ്പണിയുണ്ട് ഡിമാൻഡ് കേർവ് വരയ്ക്കുന്നതിൽ. അപ്പോൾ അതെന്താണെന്ന് പറഞ്ഞുതരാം. അപ്പോൾ നിങ്ങൾ വരയ്ക്കുമ്പം തെറ്റാതിരിക്കാനാണ് ഈ രീതിയിൽ വരയ്ക്കുന്നത്. അല്ലെങ്കിൽ നേരെ നമുക്ക് നടുവിലൂടെ പാസ് ചെയ്യുന്നൊരു ലൈൻ വരച്ചാൽ മതി കേട്ടോ. അതായത് ഇപ്പോൾ ഞാൻ വരയ്ക്കുകയാണെങ്കിൽ ഇതൊരു പെർഫെക്റ്റ്ലി യൂണിറ്ററി ഇലാസ്റ്റിക്കിൻ്റെ ആയിരിക്കും. അതായത് നോക്കാം, OP പ്രൈസ് ആയിരുന്നപ്പോൾ ക്വാണ്ടിറ്റി ഡിമാൻഡ് വരുന്നത് OQ ആണ്. OQ ക്വാണ്ടിറ്റി ഡിമാൻഡ് ചെയ്തു. ഇനി വില Pയിൽ നിന്നും P1 ആയിട്ട് കുറഞ്ഞു എന്ന് വിചാരിക്കാം, ഡിക്രീസ്ഡ് ടു P1. അപ്പോൾ ക്വാണ്ടിറ്റി ഡിമാൻഡ് ഇൻക്രീസ് ചെയ്തു Qവിൽ നിന്നും Q1 ആയിട്ട്. കണ്ടില്ലേ, ഈ ഒരു മാറ്റം Q1ഉം P1ഉം സെയിം ആണ്. കണ്ടല്ലേ, P1 ഈസ് ഈക്വൽ ടു Q1 ഇങ്ങനെ കിട്ടണം. ഇതിനെയാണ് യൂണിറ്ററി ഇലാസ്റ്റിക് ഡിമാൻഡ്. അപ്പോൾ ഇവിടെ എന്താണ്, EP ഈസ് ഈക്വൽ ടു 1 ആവുന്ന കേസാണ്. EP ഈസ് ഈക്വൽ ടു 1 എന്ന് കിട്ടും. ക്ലിയർ ആയല്ലോ? അപ്പോൾ ഇതിനെ വരയ്ക്കാനുള്ള ഒരു എളുപ്പ വഴിയുണ്ട്, അതുകൂടെ പറഞ്ഞുതരാം. നമ്മൾ പലപ്പോഴും തെറ്റിക്കുന്ന ഒരു കേവാണിത്. യൂണിറ്ററി ഇലാസ്റ്റിക് ഡിമാൻഡ് കേവ് ശരിയായാൽ മാത്രമേ നിങ്ങളുടെ ബാക്കി 2 കേവുകൾ ശരിക്ക് കിട്ടുള്ളൂ കേട്ടോ. അതുകൊണ്ട് വരയ്ക്കുന്ന ഒന്ന് ശ്രദ്ധിച്ചോളാം. 2 കേവ് വരച്ചു. അപ്പോൾ നമ്മൾ ഇതിലെന്ത് ചെയ്യുന്നു, ആദ്യം OP പ്രൈസ് മാർക്ക് ചെയ്യുന്നു, P പ്രൈസും Q ക്വാണ്ടിറ്റിയും. ഇനി തെറ്റാതെ അളവെടുത്തിട്ട് അടുത്തത് വരയ്ക്കുക. അതായത് Pയിൽ നിന്നും P1 ഡിക്രീസ് ചെയ്യുന്നത് മാർക്ക് ചെയ്യുന്നു. അപ്പോൾ ഈ P1 തമ്മിലുള്ള ആ സെയിം ഡിസ്റ്റൻസ് നമ്മൾ സ്കെയിൽ വെച്ച് കണ്ടുപിടിച്ച് Q1നും മാർക്ക് ചെയ്യുന്നു. എന്നിട്ട് ഈ 2 പോയിൻറ്റുകളുണ്ടല്ലോ, ഈ 2 പോയിൻറ്റുകളെ ചേർത്തൊരു ലൈൻ വരച്ചാൽ അത് യൂണിറ്ററി ഇലാസ്റ്റിക് ഡിമാൻഡ് കേവ് ആയിരിക്കും. ഓക്കെ, ഇനി വേറൊരു തരത്തിൽ വരാറുണ്ട്. അതായത് യൂണിറ്ററി ഇലാസ്റ്റിക് ഡിമാൻഡ് കേവ് ശരിക്കും പറഞ്ഞാൽ പരാബോളയായിട്ടാണ് വരിക. ഇതിന് എന്താണ്, പരാബോളിക് രൂപമാണ്, റെക്ടാങ്കുലർ ഹൈപ്പർബോള എന്ന് പറയും ഇതിന്. അപ്പോൾ ഈ ഒരു രൂപത്തിലും യൂണിറ്ററി ഇലാസ്റ്റിക് ഡിമാൻഡ് കേവിൻ്റെ ചിത്രം വരാറുണ്ട് കേട്ടോ. അപ്പോൾ അത് ശ്രദ്ധിക്കുക. അപ്പോൾ ഇതാണ് യൂണിറ്ററി ഇലാസ്റ്റിക് ഡിമാൻഡ് കേവിനെ കുറിച്ച് പറയാനുള്ളത്. ഇനി അപ്പോൾ ഇത് 3ഉം തമ്മിൽ നിങ്ങൾക്ക് കൺഫ്യൂസ്ഡ് ആവേണ്ട. ഇതാണ് ശരിക്കും പറഞ്ഞാൽ ഇത് എളുപ്പ വഴി വരയ്ക്കുന്നത് എങ്ങനെയാണെന്ന് കാണിച്ചു തന്നതാണ് ഇത്. അതേപോലെ നമുക്ക് ഈ ഒരു ഫോമിലും കൂടെ യൂണിറ്ററി ഇലാസ്റ്റിക് ഡിമാൻഡ് കേവ് വരുമെന്ന് പറഞ്ഞതാണ്. എക്സാമിന് യൂണിറ്ററി ഇലാസ്റ്റിക് ഡിമാൻഡ് കേവ് വരയ്ക്കുമ്പോൾ ഈ ഒരു ഡയഗ്രാം വരച്ചാൽ മതിയാവും. ഇനി നമുക്ക് അടുത്ത ഏതാണ്, ഇലാസ്റ്റിക് ഡിമാൻഡാണല്ലേ. ഇലാസ്റ്റിക് ഡിമാൻഡ് ഓൾസോ ഈസ് കോൾഡ് മോർ ഇലാസ്റ്റിക് ഡിമാൻഡ്. ഇലാസ്റ്റിക് ഡിമാൻഡിനെ നമ്മൾ മോർ ഇലാസ്റ്റിക് ഡിമാൻഡ് എന്നും വിളിക്കാറുണ്ട്. അപ്പോൾ എങ്ങനെയാണ് ഇത് വരയ്ക്കുന്നതെന്ന് കാണാം. എന്താണ് മോർ ഇലാസ്റ്റിക് ഡിമാൻഡ് എന്ന് ഡിഫൈൻ ചെയ്തതിന് ശേഷം, അതായത് when a small change in price lead to more than greater change, or when a small change in price lead to a greater change in quantity demanded of a commodity, it is called elastic demand or more elastic demand. വിലയിലുണ്ടാവുന്ന ചെറിയ മാറ്റം താരതമ്യേന പ്രൊപ്പോർഷനേറ്റ്ലി ലാർജ് എന്നാണ് പറയുക. സ്മോൾ ചേഞ്ച് ഇൻ പ്രൈസ് ലീഡ് ടു പ്രൊപ്പോർഷനേറ്റ്ലി ലാർജ് ചേഞ്ച് ഇൻ ക്വാണ്ടിറ്റി ഡിമാൻഡഡ്, ഇറ്റ് ഈസ് കോൾഡ് ഇലാസ്റ്റിക് ഡിമാൻഡ്. വിലയിലുണ്ടാവുന്ന ചെറിയ മാറ്റം ചോദനത്തിൽ വലിയ മാറ്റമാണ് ഉണ്ടാക്കുന്നതെങ്കിൽ അതിനെ നമ്മൾ മോർ ഇലാസ്റ്റിക് അഥവാ ഇലാസ്തിക ചോദനം എന്ന് വിളിക്കും. ഇനി ഇതിൻ്റെ ഡയഗ്രാം എങ്ങനെ വരക്കും നോക്കാം. നമുക്ക് എക്സ് ആക്സിസും വൈ ആക്സിസും വരയ്ക്കാം. അപ്പോൾ ഡിമാൻഡ് കേവ് വരയ്ക്കുകയാണ് കേട്ടോ. ഡിമാൻഡ് കേവ് വരയ്ക്കുമ്പോൾ ശ്രദ്ധിക്കണം, കുറച്ച് നീട്ടി അങ്ങോട്ട് വരയ്ക്കണം. അതായത് ഡിമാൻഡ് കേവ് അപ്പോൾ നോക്കാം നമുക്ക്. അതായത് ഇനീഷ്യൽ പ്രൈസ് എന്ന് പറയുന്നത് OP ആണെന്ന് വിചാരിക്കാം. പ്രൈസ് ഇവിടെ OY ആക്സിസിലും ക്വാണ്ടിറ്റി OX ആക്സിസിലും ആണല്ലോ എടുക്കുക. അപ്പോൾ പ്രൈസ് ക്വാണ്ടിറ്റി ഡിമാൻഡ് എത്രയാണ്,
OQ ആണ്. അപ്പോൾ പ്രൈസ് കുറയുന്നു P1 ആയിട്ട്, P1 ആയിട്ട്. ക്വാണ്ടിറ്റി ഡിമാൻഡ് എന്തിനു സംഭവിച്ചു? കൂടി അല്ലേ? Q1 ആയിട്ട് കൂടി. അപ്പോൾ നോക്കിയേ, വിലയിലൊരു ചെറിയ മാറ്റമുണ്ടായപ്പോൾ ക്വാണ്ടിറ്റിയിൽ Q1 എമൗണ്ട് വലുതാണല്ലേ? അപ്പോൾ നമുക്കിവിടെ എന്ത് എഴുതാം? Q1 ഗ്രേറ്റർ ദാൻ P1. സോ EP ഗ്രേറ്റർ ദാൻ 1. ഇങ്ങനെ EP ഗ്രേറ്റർ ദാൻ 1 ആവുന്ന കേസിനെയാണ് ഇലാസ്റ്റിക് ഡിമാൻഡ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, ഇനി നമുക്ക് ഇൻഇലാസ്റ്റിക് ഡിമാൻഡാണ്. ഇൻഇലാസ്റ്റിക് ഡിമാൻഡ്. അപ്പോൾ ഇൻഇലാസ്റ്റിക് ഡിമാൻഡ് എന്ന് പറഞ്ഞാൽ റിലേറ്റീവ്ലി എ ഗ്രേറ്റർ ചേഞ്ച് ഇൻ പ്രൈസ് ലീഡ് ടു എ സ്മോൾ ചേഞ്ച് ഇൻ ക്വാണ്ടിറ്റി ഡിമാൻഡ് ഈസ് കോൾഡ് ഇൻഇലാസ്റ്റിക് ഡിമാൻഡ്. അതായത് താരതമ്യേന ഒരു വലിയ മാറ്റം വിലയിലുണ്ടായിട്ടും അത് ചോദനത്തിൽ ചെറിയ മാറ്റമേ ഉണ്ടാക്കുന്നുള്ളൂ എങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് ഇലാസ്തികമല്ലാത്ത ചോദനം. ഓക്കെ, എങ്ങനെയാണ് ഡയഗ്രാം വരയ്ക്കാൻ നോക്കാം. XY ആക്സിസുകൾ വരയ്ക്കാം. നമുക്ക് Y ആക്സിസ് വരച്ചു, X ആക്സിസ് വരച്ചു. ഇനി ഇതിൻ്റെ ഡിമാൻഡ് കർവാണ് നമ്മൾ വരയ്ക്കാൻ പോകുന്നത്. ഡിമാൻഡ് കർവ് വരച്ചു. അപ്പോൾ നമുക്ക് വില OP പ്രൈസാണ്. OP പ്രൈസ് ആയിരുന്നപ്പോൾ ക്വാണ്ടിറ്റി വന്നത് OQ ആണ്. കണ്ടില്ലേ? ഇനി നോക്ക്, വില കുറയുകയാണ്. P1 ആയിട്ടാണ് വില കുറയുന്നത്. Pയിൽ നിന്നും P1 ആയിട്ട് കുറയുന്നു. ഒരു ലാർജ് ചേഞ്ച് ആണല്ലേ വരുന്നത്, വലിയ മാറ്റമാണ് വില ഇത്രയും കുറയുന്നത്. അതേസമയം ക്വാണ്ടിറ്റി ഡിമാൻഡ് Q1 ആയിട്ടേ മാറിയുള്ളൂ. അതായത് ഇവിടെ നിന്നും ഇവിടത്തേക്കുള്ള മാറ്റം. അപ്പോൾ നോക്കിയേ, നമുക്കിതിൽ നിന്ന് എന്താണ് മനസ്സിലാവുന്നത്? Q1 ലെസ് ദാൻ P1. അതായത് ഈ ഒരു ചേഞ്ചിൽ P1ൽ, അതായത് വിലയിലുണ്ടായ മാറ്റത്തിൻ്റെ അത്രയും മാറ്റം എവിടെ ഉണ്ടാവുന്നില്ല? Q1ൽ ഉണ്ടാവുന്നില്ല. അപ്പോൾ EP ലെസ് ദാൻ 1. EP ലെസ് ദാൻ 1 ആണ് ഇൻഇലാസ്റ്റിക് ഡിമാൻഡ്. Oh, there are 5 types of elasticity: perfectly elastic, perfectly inelastic, unitary elastic, elastic and inelastic. പരസ്പരം പേരുകൾ മാറിപ്പോവരുത്, ഡയഗ്രങ്ങളും മാറരുത്. നന്നായിട്ട് പഠിക്കുക. പലപ്പോഴും 8 മാർക്കിൻ്റെ എസ്സേ ചോദിച്ച ചോദ്യമാണ്. വീണ്ടും കാണാം. താങ്ക് യു.